നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രജനി അഭിലാഷ്. പ്രധാന വാർത്തകൾ. യുഎസിലേക്ക് വിദ്യാർത്ഥി വിസകൾക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്താൻ വിവിധ രാജ്യങ്ങളിലുള്ള യുഎസ് എംബസികൾക്ക് ഉത്തരവ് നൽകി ട്രംപ് ഭരണകൂടം. ഇതോടെ അവതാളത്തിലായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ യുഎസ് പഠനം. തൊഴിലുടമകൾക്ക് അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ച് ഇംഗ്ലണ്ടിലെ ലെവൽ 7 ബിരുദാനന്തര ബിരുദ അപ്രന്റീസുകൾക്ക് ധനസഹായം നിർത്തലാക്കാനുള്ള നീക്കവുമായി ലേബർ സർക്കാർ. ഓസ്ട്രേലിയയിലെ ലിബറലുകളുടെയും നാഷണലുകളുടെയും വേർപിരിഞ്ഞ പ്രതിപക്ഷ സഖ്യം ആഴ്ചകൾക്കകം വീണ്ടും ഒന്നായി. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഏകദേശം 3000 ജോലികൾ വെട്ടിക്കുറയ്ക്കണമെന്നറിയിച്ച് സ്വീഡൻ ആസ്ഥാനമായുള്ള കാർ നിർമ്മാതാക്കളായ വോൾവോ കാർസ്. കഴിഞ്ഞ 40 വർഷത്തിനിടെ യുകെയിലെ വംശീയ അസമത്വത്തെക്കുറിച്ചുള്ള സർക്കാർ നിയോഗിച്ച 12 പ്രധാന റിപ്പോർട്ടുകളിൽ നിന്നുള്ള ശുപാർശകൾ 1/3 മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ എന്ന് റിപ്പോർട്ട്. റിതം 25 നൃത്ത സംഗീത നിശ മെയ് 31 ലിവർപൂളിൽ. ചലച്ചിത്ര താരം ഡിസ്നി ജെയിംസ് മുഖ്യ അതിഥി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥി വിസകൾക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്താൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വിവിധ രാജ്യങ്ങളിലുള്ള യുഎസ് എംബസികൾക്ക് ഉത്തരവ് നൽകി. വിദ്യാർത്ഥി വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പരിശോധന വിപുലീകരിക്കാൻ യുഎസ് ഭരണകൂടം ഒരുങ്ങുന്നതിനിടെയാണ് ഈ അടിയന്തര നിർദ്ദേശം. ഇതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ യുഎസ് പഠനം അവതാളത്തിലായി. കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതുവരെ വിദ്യാർത്ഥി വിസകൾക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് താൽക്കാലികമായി നിർത്തണമെന്ന് എംബസികളോട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. വിസ തേടുന്ന വിദ്യാർത്ഥികൾക്കായി എംബസി കലണ്ടറുകളിൽ നിന്നും ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റുകൾ നീക്കം ചെയ്യാൻ ചൊവ്വാഴ്ച യുഎസ് എംബസികളോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇതിനകം ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റുകൾ ഉള്ളവർക്ക് മുന്നോട്ടു പോകാമെന്നും പറഞ്ഞു. വിദ്യാർത്ഥി വിദേശ വിനിമയ വിസയ്ക്കായി സോഷ്യൽ മീഡിയ പരിശോധന ശക്തമാക്കുമെന്നും മാർക്കോ റൂബിയോയുടെ മെമ്മോയിൽ പറയുന്നു. ഇത് എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും സുപ്രധാന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തൊഴിലുടമകൾക്ക് അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ച് ഇംഗ്ലണ്ടിലെ ലെവൽ 7 ബിരുദാനന്തര അപ്രന്റീസുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നീക്കവുമായി ലേബർ സർക്കാർ. ഇതോടെ 21 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പരിമിതപ്പെടും. ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ അപ്രന്റീസ്ഷിപ്പുകൾക്ക് ഇനി തൊഴിലുടമകൾ പൂർണ്ണ ധനസഹായം നൽകേണ്ടതായി വരും. 21 വയസ്സിന് താഴെയുള്ളവർക്ക് കൂടുതൽ പരിശീലന അവസരങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നടപടിക്കെതിരെ വിമർശനങ്ങൾ രൂക്ഷമാണ്. NHS പോലുള്ള മേഖലകളിലെ നൂതന പരിശീലനത്തെ ഈ തീരുമാനം ദുർബലപ്പെടുത്തും. നേരത്തെ ഇത്തരത്തിലുള്ള നടപടി വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുകെയിലെ ലെവൽ 6-7 ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബിരുദത്തിന് തുല്യമായി കണക്കാക്കുന്നു. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ലിബറലുകളുടെയും നാഷണലിസ്റ്റുകളുടെയും വേർപിരിഞ്ഞ സഖ്യം ആഴ്ചകൾക്കകം വീണ്ടും ഒന്നായി. ദീർഘകാല സഖ്യം വേർപിരിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞതോടെ 2 യാഥാസ്ഥിക പാർട്ടികളുടെയും ചർച്ചകൾ പുനഃസംഘടനയ്ക്ക് ധാരണയാവുകയായിരുന്നു. ഇരു പാർട്ടികളും പ്രധാന നയപരമായ കാര്യങ്ങളിൽ യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നു നാഷണലിസ്റ്റ് നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൗഡ് സഖ്യം വിട്ടത്. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഏകദേശം 3000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നറിയിച്ച് സ്വീഡൻ ആസ്ഥാനമായുള്ള കാർ നിർമ്മാതാക്കളായ വോൾവോ കാർസ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് 25% താരിഫ് യൂറോപ്യൻ കാർ വിപണിയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ തുടർന്നാണ് ഈ നീക്കം. പിരിച്ചുവിടലുകൾ പ്രധാനമായും സ്വീഡനിലെ ഓഫീസ് അധിഷ്ഠിത തസ്തികകളെ ബാധിക്കുമെന്നും കമ്പനി പറയുന്നു. വൈറ്റ് കോളർ ജീവനക്കാരുടെ ഏകദേശം 15% പേരെ പിരിച്ചുവിടുമെന്നാണ് സൂചന. കഴിഞ്ഞ മാസം ചൈനീസ് ഗ്രൂപ്പായ ഗീലി ഹോൾഡിംഗിന്റെ ഉടമസ്ഥതയിലുള്ള വോൾവോ കാർസ് 1.4 ബില്യൺ പൗണ്ട് ആക്ഷൻ പ്ലാൻ അഴിച്ചുപണി പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ പക്കലുള്ള ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ഹാക്കർമാർ മോഷ്ടിച്ചതായി വെളിപ്പെടുത്തി ആഗോള സ്പോർട്സ് വെയർ ബ്രാൻഡായ അഡിഡാസ്. പ്രധാനമായും അവരുടെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ കോൺടാക്ട് വിവരങ്ങൾ തട്ടിയെടുത്തവയിൽ ഉൾപ്പെടുന്നതായി അഡിഡാസ് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡും മറ്റ് പേയ്മെന്റ് ഡാറ്റയും അപഹരിക്കപ്പെട്ടിട്ടില്ലെന്നും അഡിഡാസ് പറഞ്ഞു. ഉപഭോക്താക്കളുടെ സ്വകാര്യതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് തങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ്. ഉപഭോക്താക്കൾക്ക് ഈ സംഭവം മൂലമുണ്ടായ അസൗകര്യത്തിലോ ആശങ്കയിലോ ആത്മാർത്ഥമായി ഖേദിക്കുന്നതായും അഡിഡാസ് ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. യുകെയിലെ ഭക്ഷ്യവിതരണ മേഖലയിൽ സർക്കാർ ധനസഹായത്തോടെ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ പാഴാക്കാതിരിക്കാൻ AI ടൂൾ വികസിപ്പിച്ചു.
നെസ്ലെ ഉൾപ്പെടെ യുകെയിലെ ഉടനീളമുള്ള വിവിധ കമ്പനികൾ എഐയുടെ സഹായത്തോടെ ഭക്ഷണം പുനർവിതരണം ചെയ്യുന്നത് നടപ്പിലാക്കുന്നതിലൂടെയാണ് ഇത് സാധിച്ചിരിക്കുന്നത്. ഫലപ്രദമായ രീതിയിൽ ഈ ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ ഭക്ഷണം പാഴാക്കുന്നത് 87% കുറവ് വരെയാണ് ഉണ്ടായത്. പൈലറ്റ് സ്കീം നടപ്പാക്കിയപ്പോൾ ഏകദേശം 1.5 മില്യൺ പൗണ്ടിന്റെ വിലമതിക്കുന്ന 700 ടൺ വരെ ഗുണനിലവാരമുള്ള മികച്ച ഭക്ഷണം ലാഭിക്കാൻ കഴിഞ്ഞതായും നെസ്ലെ പറഞ്ഞു. ആഗോളതലത്തിൽ തന്നെ ഈ ടൂൾ ഉപയോഗിക്കുന്നത് പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ അളവിൽ ഗണ്യമായ കുറവ് വരുത്താൻ സഹായിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഏജൻസിയിലെ ഇന്നൊവേറ്റീവ് യുകെയുടെ ധനസഹായത്തോടെയാണ് എഐ ടൂൾ വികസിപ്പിച്ചത്. ഈ എഐ ടൂൾ വികസിപ്പിക്കുന്നതിനായി 1.9 മില്യൺ പൗണ്ടാണ് ഗ്രാന്റായി നൽകിയത്. പല ഭക്ഷണ പദാർത്ഥങ്ങളുടെയും എക്സ്പയറി ഡേറ്റ് ചെറിയ കാലയളവിലേക്കാണ്. ഇത് എഐയുടെ സഹായത്തോടെ വിദഗ്ധമായി പുനർവിതരണം നടപ്പാക്കുന്നതിലൂടെയാണ് ഭക്ഷണ ഉൽപ്പന്നങ്ങൾ പാഴാക്കുന്നത് തടയാൻ സാധിക്കുന്നത്. വ്യത്യസ്ത നിർമ്മാതാക്കളുമായി നടത്തിയ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം അടുത്ത വർഷം മാർച്ചോടെ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവിതരണ ശൃംഖലയിലുടനീളം ഈ സാങ്കേതികവിദ്യ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ബ്ലാക്ക് ലൈവ് മാറ്റർ പ്രതിഷേധങ്ങളുടെ 5ാം വാർഷികത്തിന് മുന്നോടിയായി സ്റ്റാർമർ സർക്കാരിന്റെ മറ്റൊരു പിടിപ്പുകേട് കൂടി പുറത്തുവരുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടെ യുകെയിലെ വംശീയ അസമത്വത്തെക്കുറിച്ചുള്ള സർക്കാർ നിയോഗിച്ച 12 പ്രധാന റിപ്പോർട്ടുകളിൽ നിന്നുള്ള ശുപാർശകൾ 1/3 മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ എന്ന് റിപ്പോർട്ട്. സ്റ്റീഫൻ ലോറൻസിന്റെ കൊലപാതകം, വിൻഡ്രഷ് അഴിമതി തുടങ്ങിയ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വംശീയതയെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളുടെ തിരക്കിട്ട നടപ്പിലാക്കലാണ് കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. യുകെയിലെ വംശീയ അസമത്വത്തെക്കുറിച്ചുള്ള 12 പ്രധാന റിപ്പോർട്ടുകളിൽ നിന്നുള്ള ഏകദേശം 600 ശുപാർശകളെക്കുറിച്ചുള്ള വിശകലനത്തിൽ 1/3 താഴെ മാത്രമേ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുള്ളൂ. വിദ്യാഭ്യാസം, ബിസിനസ്, ആരോഗ്യം, ക്രിമിനൽ, നീതിന്യായ വ്യവസ്ഥ, സാമൂഹ്യ ഐക്യം എന്നിവയിലുടനീളമുള്ള പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്ത ശുപാർശകൾ പലപ്പോഴും ഭാഗികമായി മാത്രമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. റിതം 25 നൃത്ത സംഗീത നിശ മെയ് 31 ലിവർപൂളിൽ. ചലച്ചിത്ര താരം ഡിസ്നി ജെയിംസ് മുഖ്യ അതിഥിയായി. ഷിജോ വർഗീസ്, ഷാജി വരാക്കുടി, അലക്സ് വർഗീസ് വിശിഷ്ട അതിഥികൾ. റിതം 25 എന്ന പേരിൽ ആദ്യമായി നൃത്ത സംഗീത നിശയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലിവർപൂൾ. മെയ് 31 ശനിയാഴ്ചയാണ് പരിപാടി. യുകെയിലെ സംഗീതവേദികളിലെ നിറസാന്നിധ്യങ്ങളും റിതം യുകെ ഷോ സാരഥികളുമായ രഞ്ജിത്ത് ഗണേഷ്, റോയ് മാത്യു, ഷിബു പോൾ, ജിനീഷ് സുകുമാരൻ എന്നിവരാണ് ഈ കലാസന്ധ്യയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാകാരികളും കലാകാരന്മാരും ഒപ്പം അയർലൻഡിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകളും ലിവർപൂളിലെ കാർഡിനൽ ഹെന്നൻ സ്കൂളിലെ വമ്പൻ സ്റ്റേജിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കും. മലയാളത്തിലും ബോളിവുഡിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചലച്ചിത്ര താരം ഡിസ്നി ജെയിംസ് മുഖ്യ അതിഥിയായി എത്തുന്ന വേദിയിൽ യുഗ്മ ട്രഷറർ ഷീജോ വർഗീസ്, യുഗ്മ നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി, യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് തുടങ്ങിയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിഥികളായി എത്തും. യുകെ പൗണ്ട് ഇന്നത്തെ മൂല്യം: $1 115.43 ഇന്ത്യൻ രൂപ. $1 $85.64 ഇന്ത്യൻ രൂപ. €1 96.87 ഇന്ത്യൻ രൂപ. £1 $1.35 US. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.